ഉള്ളതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉള്ളതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ആദ്യം പഠിക്കേണ്ടത്. ഈ നല്ലൊരു ആംബിയൻസിൽ നമുക്ക് ഈ പാചകം അതിമനോഹരമാക്കാൻ പറ്റി. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ടൊരു വിഭവം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. ഇത് വയനാട് വൈത്തിരിയിലുള്ളൊരു സ്ഥലമാണ്, ഒരു റിസോർട്ടിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ നല്ല അടിപൊളി കാഴ്ചകളുണ്ട്, നല്ല വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ അവിടുന്ന് ചിക്കനൊക്കെ നല്ല വൃത്തിയായി കഴുകി ഇതാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ പോവുകയാണ്. സലീമിന്റെ ഭാര്യയായിട്ട് ശരിയാണ്, ഞാനൊക്കെ എളുപ്പപ്പണി എടുക്കും. അല്ല, എളുപ്പപ്പണിയല്ല, അത് ഇതിന്റെ എക്സ്പീരിയൻസ് ആണ്. അതാണ് ഞാൻ ചിക്കനിലേക്കുള്ള റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ബസുമതി റൈസ് ആണ്, ഇത് ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ മസാല ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ മസാല ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കന് 8 പീസുള്ളത്, നമ്മൾ 4 പേരുള്ളത്. ഒരാൾക്ക് 2 പീസ് ചിക്കൻ വെച്ചിട്ട് അടുത്തുള്ള കേട്ടോ. ചെയ്യുന്ന നടക്കട്ടെ. ഇതില് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ചിക്കന് ഈ മസാലയിൽ കിടന്നിട്ട് ചെറിയ വേവാണല്ലേ ആയിഷ? എന്നതിന് ശേഷം ഇനി കത്തിക്കല്ലോ അല്ലേ? കത്തിക്കും. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇതിലിട്ടിട്ടുള്ള മസാലപ്പൊടികളൊക്കെ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ചതാണ്. ഇതിലേക്ക് അതിലേക്ക് 3 തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 5 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളിൻ്റെയും ഉള്ളിൻ്റെയും ഒക്കെ നീര് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല മസാല ആയി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വറ്റാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ ചിക്കൻ മാറ്റി കൊടുക്കുക. പിന്നെ തീ കുറച്ചിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് നേരം ഈ അടുപ്പത്ത് കിടന്നിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരണം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. വറ്റി വരാൻ ഇനി കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. 1/2 മുറി നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക. ആപ്പിളും ചേർത്തിട്ടുള്ള ഒരു സലാഡൊക്കെ വേറെ വേറെ കിട്ടിയില്ലല്ലോ. ഉള്ളതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉള്ളതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരെ ഓടി വന്നു, ഇവിടുന്ന് നമ്മൾ ഇത്തരത്തിലുള്ള സാഹചര്യം കിട്ടി. അതിന് നമ്മൾ വെള്ളം എടുത്തു, അതിന് നല്ല ചിക്കൻ കഴുകി അരി കഴിക്കാനുള്ള വെള്ളം നിർത്തും. ഇപ്പോൾ ഒരു കക്കരിക്കയും ആപ്പിളും ചെറുനാരങ്ങയും ഉപ്പും ചേർത്തിട്ടുള്ള ഒരു സാലഡാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത്. നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ്. അല്ലാതെ എല്ലാം കൂടി വന്നപ്പോൾ ചോദിച്ചു പീലർ ഇല്ലയെന്ന്. പീലറിൻ്റെ ആവശ്യമില്ല. പീലറിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ഇതിൻ്റെ കട്ടിങ് നടത്തുക, അതിൻ്റെ തൊലി കളയാന്നൊക്കെയുള്ളതാണ് ചെയ്യാറുള്ളത്. അല്ലാതെ എല്ലാ സ്ഥലത്തും നമുക്കെല്ലാം കിട്ടുമോ? അങ്ങനെ ചിന്തിക്കണം. അപ്പോൾ നമ്മളെ കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കഴിച്ചോക്കാം. നോക്കാം, അങ്ങനെ നോക്കാം. അയ്യോ, അങ്ങനെ നോക്കിക്കളാ. അടിപൊളി നല്ല മസാലയാണ്, നല്ല ഫ്ലേവറാണ്. ഞാൻ ഈ 40 സെൻറ്റ് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഇത്ര മസാല വിഹാര റിസോർട്ടിലാണ്. നമ്മളെ സുഹൃത്താണ്, എൻ്റെ സുഹൃത്തായിട്ടുള്ള ഷാവലിൻ്റെ വയനാട് ഓൾഡ് വൈത്തിരിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ ആ റിസോർട്ടിലേക്കാണ് വന്നത്. ഈ നല്ലൊരു ആംബിയൻസിൽ നമുക്ക് ഈ പാചകം അതിമനോഹരമാക്കാൻ പറ്റി.